ഇത് നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോയപ്പോൾ എടുത്ത വീഡിയോയാണ്. ഇത് എടുത്തിട്ട് കുറച്ച് ദിവസമായി, ഞാനിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യണേ. നമ്മളൊരു 8:30 ആയപ്പോഴത്തേനാണ് തൃശ്ശൂർ എത്തിയത് രാത്രി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത്, പിന്നെ പോളും അവിടെ 2-3 ചേച്ചിമാർക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ക്യൂ ഒക്കെ നിന്നിട്ട് ഉള്ളിൽ കയറിയപ്പോൾ എല്ലാ പ്രാവശ്യവും കാണുന്ന പോലെ അല്ലായിരുന്നു. എല്ലാ പ്രാവശ്യവും എൻട്രിയിൽ തന്നെ രാജസ്ഥാനി വളകളൊക്കെ ഉണ്ടാകത്തില്ലേ, അതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാവശ്യം നേരെ കാർപ്പറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് 2 കാർപ്പറ്റൊക്കെ മേടിച്ചു. അതിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല. പിന്നെ കുറേ സ്റ്റോളുകളിലും ഇങ്ങനെ മാലയും വളയും, പിന്നെ കുറേ ടോയ് കാർസും അങ്ങനത്തെ വളകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ 1-2 എണ്ണം മേടിച്ചു, നല്ലതായിരുന്നു. പിന്നെ റേറ്റ് അത്ര കുറവൊന്നുമില്ല, ഒരുവിധം നല്ല റേറ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ കുറേ ഇങ്ങനത്തെ കുഞ്ഞു മിഠായികളുണ്ടായിരുന്നു. ഇതൊക്കെ പഴയ കാലത്തെ മിഠായിയൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ക്ലോത്ത്സിൻ്റെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് തൈകൾ, പിന്നെ നല്ല തൈകളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് തൈകളൊക്കെ മേടിച്ചു. ഇത് നടുവൊന്നുമില്ല, എല്ലാം മമ്മിക്ക് കൊണ്ട് കൊടുക്കും, മമ്മി നട്ടുകൊണ്ടാക്കും. അപ്പോൾ ഞങ്ങളത് മേടിച്ചു. പിന്നെ ഇത് ചുമ്മാ ചൂട് പിടിക്കണ സാധനം, പുറം വേദന കാൽവേദനയൊക്കെ വരുമ്പോൾ അത് മേടിച്ചു. പിന്നെ ഇങ്ങനത്തെ മിച്ചർ സ്നാക്സും ഞങ്ങൾ മേടിച്ചു. പിന്നെ അച്ചാറുകൾ, രാജസ്ഥാനി ചില്ലി പിക്കിൾ മേടിച്ചു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു ലൈം സോഡ കുടിച്ചു. ഇത് കുറേ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഇടയിൽ കുറേ സ്റ്റോൾ എടുക്കാൻ മിസ്സായി. ഇത് രാജസ്ഥാനി വളകളുടെ വേറൊരു വേർഷനായിരുന്നു, ജയ്പൂർ വളകളായിരുന്നു തോന്നുന്നു. പിന്നെ നമ്മൾ അക്വാ ഷോയ്ക്ക് കയറി കേട്ടോ. ഇവിടെ കുറേ മീനുണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ വെറൈറ്റി ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ പോകണതായിരുന്നു പോള്. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലായിരുന്നു. ഒരുവിധം കാണാനുണ്ടായിരുന്നു. എൻട്രി ഫീസ് 200, 3 പേർക്കും കൂടിയിട്ട് 200, പെർ ഹെഡ് 100 ആയിരുന്നു. കുറേ ഉണ്ടായിരുന്നു, ഒരുവിധം നന്നായിട്ടുണ്ടായിരുന്നു. നമ്മളിതൊക്കെ കണ്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ അവർക്ക് എൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ എടുക്കുമോ, ഞാൻ നടക്കുന്നത് എടുക്കുമോ, ഇരിക്കുന്നത് എടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ മീനുകളെയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, നമ്മൾക്ക് ശരിക്കും തിന്നണ മീൻ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ തിന്നണതാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയം. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മറ്റേ കരിമീനോ ഇതൊക്കെ ഒരു മീനിൻ്റെ പോലെ അല്ലേ, മറ്റേത് കാണുമ്പോൾ ചൂരമീനിൻ്റെ പോലെയൊക്കെ അല്ലേ അങ്ങനെ. അപ്പോൾ എനിക്ക് ഭയങ്കര സംശയം, ഇത് തിന്നണ മീനും പിടിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. കുറേ മീനുണ്ടായിരുന്നു, വലുതും ചെറുതും, അങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു. 2-3 മീനൊക്കെ ഇങ്ങനെ താഴെ ഇങ്ങനെ ചത്ത് കിടക്കണ്ടായിരുന്നു. പിന്നെ കുറച്ചാണെങ്കിൽ ചുമ്മാ വന്ന് കിടക്കണ്ടായിരുന്നു. ഈ മീനൊക്കെ ചുമ്മാ വന്ന് കിടക്കുമായിരുന്നു. പക്ഷെ വേറെ കുറേ മീനുകളൊക്കെ ഇങ്ങനെ ചുമ്മാ ചത്ത് കിടക്കണത് ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് വലിയ മീനാന്നൊക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇത് കുഞ്ഞു ഇതായിരുന്നു അതിനകത്ത് എനിക്ക് ഏറ്റവും നല്ല ഭംഗിയായിട്ട് തോന്നിയ മീനുകൾ. നിറച്ചുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് കുറേ മീൻ സൈഡിലൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. കുറേ മീൻ ചത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ട്, അവർ മറ്റൊരു മെർമെയ്ഡ് ഷോ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടല്ലോ, നേരത്തെ വന്ന വിസിറ്റേഴ്സ് 2 ഗേൾസ് ഉണ്ടായിരുന്നു. അവർ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ മെർമെയ്ഡിനോട് മേലെ പോയിട്ട് വർത്തമാനം പറയുന്നു. അപ്പോൾ കുറേ നേരം മെർമെയ്ഡ് മേലെയായിരുന്നു. അത് കഴിഞ്ഞ് താഴെ വന്നു. പിന്നെ ഞാൻ ചുമ്മാ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര ക്യൂട്ടായിരുന്നു പുള്ളിക്കാരി.
അത് കഴിഞ്ഞ് വീണ്ടും കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എക്സിറ്റിലേക്ക് പോണ വഴി അവരിങ്ങനെ കുറേ മീനുകൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ വെറൈറ്റി മീനുകളായിരുന്നു മുഴുവൻ. അതൊക്കെ കഴിഞ്ഞിറങ്ങി അവിടെ നിന്ന് മുളക് ബജി കഴിച്ചിരുന്നു. മുളക് ബജി കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അവിടെ മൊത്തം എല്ലാം ഭയങ്കരമായിട്ട് അലങ്കോലമാക്കി ഇട്ടേക്കായിരുന്നു. പിന്നെ ഈ ഗെയിംസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഗ്ലാസ് നമ്മൾ താഴെ ചാടിക്കണം. ആ ഗെയിം കളിച്ചു. അങ്ങനെ ഞങ്ങൾക്കൊരു 200 രൂപ പോയി. ആർക്കൊന്നും കിട്ടിയില്ല. ഇത് ഞാൻ അറിയണതാണ്. ഞാൻ അറിഞ്ഞിട്ടൊന്നും കിട്ടിയില്ല. അതിനകത്ത് തട്ടിയൊന്നുമില്ല. പക്ഷേ കുറച്ച് ഗ്ലാസ്സൊക്കെ നല്ല തോന്നുന്നു. ഇത് ചേട്ട എറിഞ്ഞ കോമഡി ആയിരുന്നു. കാരണം അതിൻ്റെ സൈഡിൽ കൂടെ പോലും കൊണ്ടില്ല. ഗ്ലാസിൻ്റെ മേലെ കൂടെ തെറിച്ച് താഴ്ത്തു പോയി. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അത് പറഞ്ഞ് കളിയാക്കിയത്. പിന്നെ ഞങ്ങൾ പറഞ്ഞ വഴി ഒരു ഐസ്ക്രീം കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ കുറേ ഷോർട്സ് ഒന്നും എടുത്തില്ല. പിന്നെ ഇറങ്ങി.